ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും നമ്മൾ റിപ്പോർട്ടുകളിലേക്കും ഡാറ്റകളിലേക്കും ഒക്കെ വരുന്നതിന് മുൻപ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. കാര്യങ്ങളിൽ അത്ര ശുഭകരമായിട്ടുള്ള തീരുമാനങ്ങളല്ല ഓരോ ദിവസവും വരുന്നത്. എസ്പെഷ്യലി ട്രേഡ് താരിഫ് ഇന്ത്യക്ക് മേൽ വളരെ ക്രൂഷ്യലായിട്ട് ഇമ്പോസ് ചെയ്യുന്ന നിലപാടിലേക്ക് ട്രംപ് നീങ്ങുകയാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഭീഷണി വന്നിരിക്കുന്നത് റഷ്യയുമായിട്ട് ഓയിൽ ഇടപാട് നടത്തുന്നതിന് അഡീഷണൽ ആയിട്ട് അധിക തീരുവ 24 മണിക്കൂറിനുള്ളിൽ ചുമത്തുമെന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ ഒരു കാര്യത്തിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് RBIയുടെ നിർണായകമായിട്ടുള്ള പണനയ തീരുമാനങ്ങൾ ഉടനടി അറിയാൻ സാധിക്കും. കൃത്യം 10 മണിയോടെയായിരിക്കും MPC യോഗ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കുക. റേറ്റ് കട്ട് ഉണ്ടാകുമെന്നും ഇല്ല എന്നുമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൽ SBI ഉൾപ്പെടെ SBI നോമുറ അടക്കം തന്നെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. സർ, കാര്യങ്ങൾ ഇങ്ങനെ ട്രംപ് താരിഫ് US എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാട് കടുപ്പിക്കലാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇന്ത്യ ഈസ് നോട്ട് ഗുഡ് ട്രേഡിംഗ് പാർട്ണർ എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നു. മോദി ട്രംപ് അവരുടെ ഒരു സൗഹൃദം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭായ് ബന്ധമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എപ്പോഴാണോ ഈ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നത്, അപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആകുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. ഈ നിലവിലത്തെ സിനാരിയോയിൽ RBIയെ സംബന്ധിച്ചിടത്തോളം ഒരു റേറ്റ് കട്ടിലേക്ക് നീങ്ങാനുള്ള എന്തെങ്കിലും ഒരു സർപ്രൈസ് മൂവ് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ജാസ്മിൻ, നമ്മൾ കുറച്ചു കാലമായിട്ട് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മുടേതായ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റാൻഡ് മാർക്കറ്റിനെ കുറിച്ച് കോഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്റ്റിമിസം ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ റീസൺസ് നമ്മുടെ മുന്നിൽ വന്നാലും ഇൻ്റഗ്രലായിട്ട് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻസ്, അതായത് പോക്കറ്റ്സിൽ അല്ലെങ്കിൽ ചില സെക്ടറുകളിൽ ചില സ്റ്റോക്സിലുള്ള വാല്യുവേഷൻ തീർച്ചയായിട്ടും ഒരു ഓവർ വാല്യുവേഷൻ ലെവലാണ്. എന്നാൽ റെഡ് ഹോട്ട് ആയില്ല, ഓവർ വാല്യുവേഷൻ ലെവലിലാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുതിയതായിട്ടൊരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് അട്രാക്റ്റീവ് ആവണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ള സ്റ്റാൻഡാണ് പേഴ്സണലി നമ്മൾ എടുത്തത്. നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിനോട് അഡ്വൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്താണ് ഈ കോഷ്യസ് ഓപ്റ്റിമിസം? നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്റ്റോക്കുകളും സെക്ടേഴ്സും ചീപ്പാവും. ഇതാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വി ആർ indirectly conveying that market at this point of time is not ripe for stock picking. സ്റ്റോക്ക് പിക്കിന് പറ്റിയുള്ള മാർക്കറ്റല്ല. മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കമ്പനികൾ നല്ല വാല്യുവേഷൻസിൽ കിട്ടും. എസ്പെഷ്യലി Q1 ഏർണിങ്സ് മോശം കൂടെ ആവുകയാണ്. അതിൻ്റെ പേരിൽ മാർക്കറ്റിൽ പല സ്റ്റോക്സും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററും നല്ലൊരു എൻട്രി കിട്ടും എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ലാർജർ ബ്രോഡ് മീനിങ് എന്ന് പറയും. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എവിടെ വെച്ച് മാർക്കറ്റ് തിരിയണം, എവിടെ വെച്ചാണ് മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു എന്നെ പോലത്തെ ഒരു വ്യക്തിക്കുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം. ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം. ഞാൻ വെറും ഒരു ഗസ്സാണ് ഞാൻ പറയുന്നത്. കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണമെന്നുള്ളൂ. ഈ എക്സ്പീരിയൻസ് കാരണം ഞാൻ തെറ്റാം ശരിയാവാം. ഞാൻ ഇത്രയും നാൾ ആലോചിച്ചിരുന്നത് വാട്ട് കുഡ് ബി ദ ട്രിഗർ that would bottom out the Indian market. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഭേദപ്പെട്ട കറക്ഷനിൽ കൂടെ വന്നു അല്ലേ. 26,000 ചില്ലുവാനുമായിരുന്നു നമ്മുടെ ഹൈ. അവിടുന്ന് ഏതാണ്ട് 24,500 ആ ലെവലിലേക്ക് വന്ന് നിൽക്കുകയാണ്. മേ ബി ഒരു ചെറിയൊരു കറക്ഷനും കൂടെ നടന്നേക്കാം. ബട്ട് എന്തായിരിക്കും ട്രിഗർ മാർക്കറ്റിനെ തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ? ട്രംപ് ഈ പറയുന്ന ഈ ലാസ്റ്റ് ടാരിഫ് ആയിരിക്കും മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്യണത്. എൻ്റെ മനസ്സെന്തോ അങ്ങനെ പറയുന്നു. ഇത് ശരിയാണോ ഇല്ലേ എന്നുള്ളതല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് മാർക്കറ്റിന് ഒരു ട്രിഗർ വേണം. ദാറ്റ് കുഡ് ബി ദ D-Day. അതായത് ഇദ്ദേഹം പറയുന്നതിൻ്റെ അന്ന് ചിലപ്പോൾ മാർക്കറ്റ് നീജർ റിയാക്ഷനിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുമായിരിക്കും. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഇന്റേണൽസും ഇന്നലത്തെ മാർക്കറ്റിൽ ഇന്റേണൽസും വെച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് ട്രംപ് എന്ന് ആ ഡിസിഷൻ എടുക്കണോ, അതായത് ഹെവി ടാരിഫ് നമുക്കെതിരെ വെക്കുന്നതാണോ, ആ ന്യൂസ് ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റിനെ ബോട്ടം ഔട്ട് അടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതൊരു തമാശയായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് മാറ്റി വയ്ക്കാൻ. കാര്യം എന്ത് ഞാൻ ഫോർകാസ്റ്റ് പറഞ്ഞാലും അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞാലും അത് ശരിയായാൽ പോലും അത് ശരിക്കും പറഞ്ഞ വെറുതെ ഒരു ഗസ് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് അവിടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ഞാനൊരു ലൈറ്റർ വെയിനിൽ ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതാണ് എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ട്രംപിൻ്റെ, അതായത്
ഇന്നലെ വന്ന CNBC ഇന്റർനാഷണലിൽ വന്ന ഒരു ന്യൂസ് ആണ് ഇപ്പോൾ ഇന്നത്തെ ഹെഡ്ലൈൻ ഓഫ് ദ ഡേ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടാരിഫ് വിൽ ഗോ സബ്സ്റ്റാൻഷ്യലി ഇൻ ദ നെക്സ്റ്റ് 24 hours അഗെയിൻസ്റ്റ് ഇന്ത്യ. ആൻഡ് ജാസ്മിൻ വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചു, അതായത് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ ഹയസ്റ്റ് ടാരിഫ് നേഷൻ. വി ഡു ലിറ്റിൽ ബിസിനസ് വിത്ത് ദം. They are not good trading partners. So in the next 24 hours, I am going to increase the tariff against India substantially എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ ഇന്റർവ്യൂവിന്റെ ഒരു ലേറ്റർ ഭാഗത്ത് അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിച്ചു വെക്കുന്നുണ്ട്. അതായത് US റഷ്യയിൽ നിന്ന് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത് മിനറൽസ്, യുറേനിയം, ഹെക്സാഫ്ലൂറൈഡ്, ന്യൂക്ലിയർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഹെക്സാഫ്ലൂറൈഡ്, പലേഡിയം, ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള പലേഡിയം, അല്ലെങ്കിൽ കെമിക്കൽസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം US റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരിക്കലും വാർ ഫണ്ടിങ് അല്ലേ? ഇന്ത്യ ഓയിൽ മേടിക്കുന്നത് മാത്രമാണോ വാർ ഫണ്ടിങ്? നിങ്ങൾ ഇത് മേടിക്കുന്നത് വാർ ഫണ്ടിങ് അല്ലേ എന്ന് ചോദിച്ചതിന് നല്ല രീതിയിൽ ഉഴപ്പുന്നതായിട്ടാണ് കണ്ടത്. അതായത് അത് പറഞ്ഞു വെച്ചതെന്നില്ല, ഐ ആം നോട്ട് ഷുവർ, ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഐ എം നോട്ട് ഷുവർ, ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. അതായത് നമ്മൾ മലയാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ട് അവിടുന്ന് സ്ലിപ്പായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഈ ഇന്ത്യയിലെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വേണമെങ്കിൽ പല ആംഗിളിലും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ പോളിസിയുടെ ഫെയിലിയറാണ്. ഇതൊന്നുമില്ല, നമ്മൾ കൊല്ലങ്ങളായിട്ട് US ആയിട്ടുള്ള ട്രേഡ് ഇങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പലരും ആലോചിക്കും ട്രംപും മോഡിയും ബായ് അല്ലേ എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു. യെസ്, ട്രംപും മോഡിയും ബായ് ആയിരിക്കാം. പക്ഷേ ട്രംപിൻ്റെ രാജ്യ താല്പര്യങ്ങളും ഇന്ത്യക്ക് ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങളും നോക്കിയാണ്. ട്രംപ് അല്ല മോഡി എവിടെ ജയിപ്പിച്ചതും, മോഡിയല്ല ട്രംപിനെ എവിടെ ജയിപ്പിച്ചതും. അവരുടെ ഇലക്ട്രേറ്റ് ആണ് അവരെ ജയിപ്പിച്ചത്. അവരുടെ ഇലക്ട്രേറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അവരെ രാഷ്ട്രീയക്കാരത് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ മോഡി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളീ പറയുന്ന പോലെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കേരള സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആണെങ്കിൽ നമ്മൾ ഹെഡെങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയായിരിക്കും അമേരിക്കൻ പബ്ലിക്കും ട്രംപിൻ്റെ അടുത്ത് കാണിക്കുന്നത്. ബട്ട് ഇത് എവിടെയെങ്കിലും ഒരു നെഗോസിയേഷൻ പോയിന്റിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ടും ഇന്ത്യ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ പറയുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് മേടിച്ചു. അന്നത്തെ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയത് കാരണം മേജർ ഓയിൽ സപ്ലൈയിങ് നേഷൻസ്, എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്നത് എന്താ, ഈ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ വെനസ്വേല പോലത്തെ കൺട്രീസ്, നൈജീരിയ പോലത്തെ കൺട്രീസിൽ നിന്നൊക്കെ ഓയിൽ എക്സ്പോർട്സ് നേരെ യൂറോപ്പിലേക്ക് ഡയറക്റ്റ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഷോർട്ടേജ് വന്നു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്തു. റഷ്യ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നു. ആദ്യ കാലങ്ങളിൽ അമേരിക്ക അതിനെ ഭയങ്കര രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി നീഡ്സും എനർജി പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഇന്ത്യക്ക് അത് ചെയ്യാനും, അതുമാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന കാര്യം ഗ്ലോബൽ ഓയിൽ ട്രേഡിന് ഒരു ബാലൻസ് കൂടി വന്നു എന്ന് പറഞ്ഞ രാജ്യമാണ് US എന്ന് പറയുന്നത്. അവരിപ്പോൾ ഇത്രയും മാറ്റി പറയണതിൽ എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞത്. എന്നിട്ട് ഇന്ത്യ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താണ് ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഓയിലാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ സിറ്റിസൺസിന് ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ സിറ്റിസൺസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഓയിലും എനർജി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. രണ്ടാമത്, ഈ ഓയിൽ കയറുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ, കാര്യം നമ്മുടെ 88% റിക്വയർമെൻറ്റ് നമ്മൾ പുറത്തുനിന്നാണ് ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഓയിൽ നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിക്കും റോ മെറ്റീരിയലാണ്. അപ്പോൾ ഓയിൽ കയറി അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടും. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും നാഷണൽ എനർജി സെക്യൂരിറ്റി നീഡ്സിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തതാണ്. അതായത് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്ത കാരണം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യും. അതേസമയം US-ഉം യൂറോപ്യൻ യൂണിയനും റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് വൈറ്റൽ നാഷണൽ കമ്പൽഷനേ അല്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാനാണ്. അതായത് യുറേനിയം, പല്ലേഡിയം എന്നിങ്ങനെ അല്ലെങ്കിൽ ഹെക്സാഫ്ലൂറൈഡ് പോലെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു വൈറ്റൽ നാഷണൽ കമ്പൽഷനേ അല്ല. അതേസമയം ഞങ്ങൾക്ക് ഓയിൽ എന്ന് പറഞ്ഞാൽ വൈറ്റൽ നാഷണൽ കമ്പൽഷനാണ്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും കമ്പയർ ചെയ്യരുതെന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും കൂടി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇതിനകത്ത് ഓഗസ്റ്റ് 1 ഒരു ന്യൂസ് വന്നിരുന്നു. അത് റോയിറ്റേഴ്സിൽ, ഞാനിപ്പോൾ X എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഞാൻ വായിക്കുന്നത്, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്. അതിനകത്ത് ഒരു ന്യൂസ് വന്നിരുന്നു, റഷ്യൻ പൈപ്പ് ലൈൻ ഗ്യാസ് എക്സ്പോർട്സ് ടു യൂറോപ്പ് റോസ് ബൈ 37% മന്ത് ഓൺ മന്ത് ഇൻ ജൂലൈ. അതായത് റഷ്യയിൽ നിന്ന് ഈ LNG മേടിക്കുന്നത്, യൂറോപ്പ് മേടിക്കുന്നത് 37% മന്ത് ഓൺ മന്ത് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതെന്താ വാർ ഫണ്ടിങ് അല്ലേ? അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞാൽ ആ റോയിറ്റേഴ്സിൻ്റെ ആ ട്വീറ്റിനെ, ആ X-ൽ വന്ന ട്വീറ്റിനെ വെലീന എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രിയൻ ബേസ്ഡ് എക്കണോമിസ്റ്റും ഗ്ലോബൽ സ്ട്രാറ്റജിസ്റ്റും ഉണ്ട്, ഒരു ഗ്ലോബൽ തിങ്കർ.
ആ ലേഡി ഇതിനെ റീകോട്ട് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ദ ലാക്ക് കോണ്ടിനെന്റ് ഓഫ് ഡ്രീമേഴ്സ് ആൻഡ് നോം സെറ്റേഴ്സ്, റിയാലിറ്റി ഈസ് ബ്രൂട്ടൽ. അതായത് ഇവർക്ക് എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിലേക്കാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഏതായാലും ഇൻട്രസ്റ്റിംഗ് ഡേയ്സ് അഹെഡ് എന്നാണ് അതിനകത്ത് പറയാനുള്ളത്. ട്രംപ് അതുമാത്രമല്ല, ട്രംപ് വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. ഫാർമയുടെ കാര്യത്തിലും ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഫാർമയ്ക്ക് സബ്സ്റ്റാൻഷ്യലായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ടാരിഫ് കൊണ്ടുവരും, പക്ഷേ തുടക്കം ചിലപ്പോൾ കുറവായിരിക്കും. അതായത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഇമ്പോർട്ടഡ് മെഡിസിന് ഞാൻ ആദ്യം ചെറിയൊരു ടാരിഫ് വയ്ക്കും, പതുക്കെ അത് 100% ആക്കും. അതുകൂടാതെ ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ 250% ഞങ്ങൾ കൂട്ടും ഫാർമ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അതും ഇൻഡയറക്ട്ലി ഇന്ത്യയുടെ തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുള്ളതാണ്. അതായത് US ബയോടെക് ഫേംസിന്റെ 90% റിക്വയർമെന്റ്സ് അവർ പുറത്തുനിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നല്ലൊരു പ്ലെയർ ആണെന്നുള്ളത് പറഞ്ഞു വെക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഫാർമ ഇൻഡസ്ട്രിക്ക് അഗെയിൻസ്റ്റ് വെക്കുന്നത് നമുക്കൊരു തലവേദനയായിട്ട് വന്നേക്കാം. എന്നാൽ ട്രംപ് അവിടെ മാത്രം നിർത്തുന്നില്ല. ട്രംപ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഈ സെമി കണ്ടക്ടർ ചിപ്സിന്റെ മാനുഫാക്ചറിങ് പുറത്താണ് ചെയ്യുന്നത്. ഐ വോണ്ട് ടു ബ്രിങ് സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് ബാക്ക് ടു US. അതുകൊണ്ട് TSMCയെ US-ലേക്ക് $350 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര അപ്രിസിയേഷനാണ്. ഐ എം താങ്ക്ഫുൾ ഫോർ TSMC. TSMC എന്ന് പറഞ്ഞാൽ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ NVIDIA അല്ലെങ്കിൽ ക്വാൽകോം അല്ലെങ്കിൽ AMD, ആപ്പിൾ എന്നിവ കമ്പനിക്ക് ഈ സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ $300 ബില്യൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിലേക്ക് വരുന്നത് ഞാൻ എൻകറേജ് ചെയ്യുന്നു എന്നാണ്. ശരിയാണ്, TSMC 150 ബില്യണിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് US-ൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ എനിക്ക് തോന്നുന്നു 6 അഡ്വാൻസ്ഡ് ചിപ്പ് ഫാക്ടറി, 2 പാക്കേജിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് ആണ്. അതുകൂടാതെ ഒരു റിസർച്ച് സെൻറ്ററും കൂടി $150 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് TSMCയുടെ ഒരു ആർട്ടിക്കിൾ വന്നെങ്കിലും ഈ $300 ബില്യൺ ട്രംപ് എവിടുന്ന് കൊണ്ടുവന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഗ്ലോബൽ കമന്റേറ്റേഴ്സിനും മനസ്സിലായില്ല എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം സെമി കണ്ടക്ടറും കൂടെ അവിടേക്ക് US-ലേക്ക് കൊണ്ടുവരണം എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. അതായത് മേക്ക് എവറിത്തിങ് ഇൻ അമേരിക്ക ആൻഡ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ് ട്രംപിന്റെ തീം എന്നുള്ളത്. നമ്മളിപ്പോൾ വാൾ സ്ട്രീറ്റിലേക്ക് നോക്കി US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ഡൗൺ സെഷൻ ആയിരുന്നു. നാസ്ഡാക്ക് ഏതാണ്ട് 0.65% ഡൗൺ ആയിരുന്നു. ഡൗ ഏതാണ്ട് 0.1% ഡൗൺ ആയിരുന്നു. S&P 0.49% ഡൗൺ ആയിരുന്നു. AMD ഏതാണ്ട് 5% ഡൗൺ ആയിരുന്നു. അതല്ലാണ്ട് സ്നാപ്പ് ഷെയർസ് ഏതാണ്ട് 15% ഡൗൺ ആയിരുന്നു ഒരു ബാഡ് ഏർണിംഗ്സിന്റെ പേരിൽ. ഇതാണ് നമ്മൾ US മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് 10-year ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 4.21% ആണ്. അത് ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നു. ഡോളർ ഇൻഡെക്സ് 98.83 എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അമേരിക്കയിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്ന് കണ്ട വന്ന ന്യൂസാണ്. ഏഡ്രിയാന കൂഗ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗവർണറുണ്ട്. ഈ ഗവർണർ ശരിക്കും പറഞ്ഞാൽ US ഫെഡറൽ റിസർവ് ബോർഡിൽ ഉണ്ടായിരുന്നവരാണ്. അവർ റെസിഗ്നേഷൻ ചെയ്തു. അവർ ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ 2023 അവർക്ക് ആ സ്ഥാനം കിട്ടുന്നത്. അവരുടെ സ്ഥാനം എക്സ്പയർ ചെയ്യുന്നത് ജാനുവരി 2026 അവർ ഇന്നലെ റിസൈൻ ചെയ്തു എന്നുള്ള. അപ്പോൾ ഈ ഏഡ്രിയാന കൂഗ്ലർ എന്ന് പറയുന്നത് ഈ റിസർവ് ഇല്ലേ, അതായത് ഫെഡറൽ റിസർവിൻ്റെ ബോർഡിൽ ആദ്യമായിട്ട് വന്ന ഹിസ്പാനിക്കാണ്. ഹിസ്പാനിക് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു സ്പാനിഷ് ഒറിജിൻ, അല്ലെങ്കിൽ സ്പാനിഷ് സ്പീക്കിംഗ്, അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്നോ അല്ലെങ്കിൽ പോർട്ടോറിക്കോയിൽ നിന്നോ അല്ലെങ്കിൽ ക്യൂബയിൽ നിന്നോ ഇങ്ങാണ്ട് വന്ന ഒരു ഒറിജിനുള്ള ഒരു ലേഡി ആയിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഷീ ഈസ് ദ ഫസ്റ്റ് ഹിസ്പാനിക് എന്താ പറയുക ഗവർണർ ഇൻ ദ ഫെഡറൽ റിസർവ് ബോർഡ് എന്നുള്ള. ആ ലേഡി ശരിക്കും പറഞ്ഞാൽ വേൾഡ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. അതുകൂടാതെ തന്നെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ പ്രൊഫസർ ഓഫ് പബ്ലിക് പോളിസി ആൻഡ് എക്കണോമിക്സ് ആണ്. അവിടെ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഈ ഗവർണറായിട്ട് ഇരിക്കുന്നത്, അതായത് ഫെഡറൽ റിസർവിൻ്റെ ബോർഡിൽ ഗവർണറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ജെറോം പവൽ May 2026 മാറേണ്ടത്. ഈ ജെറോം പവലിന് പകരം ട്രംപിൻ്റെ ഒരു നോമിനി അവിടെ കൊണ്ടുവരണമെന്ന് ട്രംപിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിരന്തരമായിട്ട് ജെറോം പവലിൻ്റെ പുറകിലാണ് ട്രംപ് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലേഡി റിസൈൻ ചെയ്ത സ്ഥാനത്തേക്ക് ട്രംപ് ആരെങ്കിലും ട്രംപിൻ്റെ ഒരു വിശ്വസ്തനെ ആദ്യം കയറ്റും. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഈ ചെയർമാനായിട്ട് ആക്കാനുള്ള ചാൻസ് കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ CNBC ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അതായത് ഈ കൂഗ്ലറിൻ്റെ ചെയർ ആര് റീപ്ലേസ് ചെയ്യും? സ്കോട്ട് ബെസൻ്റ് ആയിരിക്കുമോ? ഇപ്പോഴത്തെ ട്രേഡ് സെക്രട്ടറി സ്കോട്ട് ബെസൻ്റ് ആയിരിക്കുമോ എന്ന് ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു സ്കോട്ട് ബെസന്റിന് ഈ പറഞ്ഞ പോലെ ട്രേഡ് സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ തന്നെയാണ് ആയിരിക്കും. ഏതായാലും സ്കോട്ട് ബെസന്റിന് ഇൻട്രസ്റ്റ് ഇല്ല, ഏതായാലും നമ്മൾ നമ്മുടെ നോമിനേഷൻ കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൂഗ്ലറിൻ്റെ ഈ ലേഡിയുടെ ഈ റിസൈഗ്നേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ആരെ കൊണ്ടുവരുന്നുള്ളതായിരിക്കും. അതായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ഫെഡ് ചെയർപേഴ്സൺ എന്നുള്ളൊരു സ്പെക്കുലേഷൻ മാർക്കറ്റിൽ. ഇപ്പോൾ ഓയിൽ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റഷ്യയും ഇന്ത്യയും ഓയിൽ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഓയിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. OPEC+ കൺട്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത് മാത്രമേ ഈ ഓയിൽ മാർക്കറ്റ് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്.
ക്രൂഡ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് എനിക്ക് തോന്നുന്നു 1.6% ഡൗൺ ആയിട്ട് $67.98 പെർ ബാരൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നുള്ള. പിന്നെ ഈ പറയുന്ന പോലെ ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ മാർക്കറ്റിന് നിലനിൽക്കുന്ന കാര്യം വെച്ചാൽ ഐഡിയലി ശരിക്കും പറഞ്ഞാൽ നമ്മളും US തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റും ഈ റെസിപ്രോക്കൽ ടാരിഫിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റും. ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് ഈ റെസിപ്രോക്കൽ ടാരിഫ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും അമേരിക്കൻ പ്രസിഡന്റും കൂടെ ആലോചിച്ചാണ്. അത് കൂടാതെ തന്നെ അതിന് ശേഷം ഈ റെസിപ്രോക്കൽ ടാരിഫ് വന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ട്രേഡ് ഡീൽ വരുമെന്നും അതിൻ്റെ ടോക്സ് 5 പ്രാവശ്യം 6 പ്രാവശ്യം പല സ്ഥലങ്ങളിലും അവിടെ US-ലും ഇന്ത്യയിലും നടന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ ഓഗസ്റ്റ് മിഡിലോടുകൂടി അവിടുത്തെ ട്രേഡ് സെക്രട്ടറി ഡെലിഗേറ്റ്സ്, അതായത് ട്രേഡിൻ്റെ ഡെലിഗേറ്റ്സ് ഇന്ത്യയിലേക്ക് വരുമെന്നും നമ്മൾ വീണ്ടും ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏതായാലും ട്രംപ് സബ്സ്റ്റാൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ടോക്ക് പോകുന്നതിനെക്കുറിച്ച് മാർക്കറ്റിന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ നിന്നും US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് മെർക്കൻഡൈസ് ഗുഡ്സ്, നമ്മൾ 2 കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെർക്കൻഡൈസ് ഗുഡ്സും ചെയ്യുന്നുണ്ട്, സർവീസസും ചെയ്യുന്നുണ്ട്. സർവീസസിൻ്റെ കേസിൽ ടാരിഫ് ഒന്നുമില്ല, സർവീസ് മാറ്റി വയ്ക്കുക. ഈ സർവീസസിൻ്റെ കീഴിലാണ് നമ്മൾ പറയുന്ന പോലെ IT അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസ്, IT സർവീസസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഏതായാലും അതിനിപ്പോൾ പ്രോബ്ലം ഇല്ല. മെർക്കൻഡൈസ് ഗുഡ്സിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു കൊല്ലം $85 ബില്യൺ ആണ്. അത് ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ GDP-യുടെ 2% താഴെ, ടു ബി പ്രിസൈസ്ലി 1.8% GDP-യുടെ മാത്രമേ നമ്മൾ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിനിപ്പോൾ വച്ചിരിക്കുന്ന ടാരിഫ് 25% പ്ലസ് 10% ബേസിക് യൂണിവേഴ്സൽ ടാരിഫാണ്. ആ 25ഉം 10ഉം കൂടെ ചേർന്നുള്ള നമ്മുടെ GDP-യിലുള്ള ഇമ്പാക്റ്റ് 0.2 to 0.5% ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ആസ് ഓഫ് നൗ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ GDP ഫിഗേഴ്സിലും മാർക്കറ്റിലും ഇത് ഡിസ്കൗണ്ടഡ് ആണ്. ഇനി ഇവിടുന്ന് സബ്സ്റ്റാൻഷ്യലായിട്ട് ട്രംപ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ GDP റിവൈസ് ചെയ്യേണ്ടി വരുമോ വേണ്ടേ എന്നുള്ളതാണ് നമ്മൾ ആയിരിക്കും. കാര്യം ഇപ്പോൾ $85 ബില്യൺ ആണ് ചെയ്യണമെങ്കിലും നമുക്ക് എഫക്റ്റീവ് ആവുന്നത്, കാര്യം പല സെക്ടേഴ്സും ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ 85 വരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് നമുക്ക് വരുമ്പോൾ 85യുടെ പകുതിയുടെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ GDP-യിൽ ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇനി ഇപ്പോൾ സബ്സ്റ്റാൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്താൽ ഈ കംപ്ലീറ്റ് $85 ബില്യൺ നമുക്ക് ഹിറ്റ് ആവുകയാണെങ്കിൽ എങ്ങനെ GDP റിവൈസ് ചെയ്യും, റിവൈസ് ടു ഡൗൺവേർഡ്സ് എങ്ങനെയാവും, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെ ഡീറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കറക്ഷനും കൂടെ ഉള്ളൊരു ചാൻസ് ചിലപ്പോൾ ഉണ്ട്. ആ കറക്ഷൻ ചിലപ്പോൾ ട്രംപ് ഈ പറയുന്നതിൻ്റെ ദിവസമായിരിക്കും, അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ യു ടേൺ അടിക്കുന്നത് എന്നുള്ള ഒരു ഔട്ട്ലയർ ആയിട്ടുള്ള ഒരു ഗസ്സും കൂടെ പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മറ്റുള്ള നമ്മുടെ കോമ്പീറ്റിംഗ് രാജ്യങ്ങൾ, അതായത് അമേരിക്കൻ എക്സ്പോർട്സ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് നമുക്ക് വിയറ്റ്നാമാണ്, ഫിലിപ്പീൻസ് ആണ്, ബംഗ്ലാദേശാണ്, പാകിസ്ഥാനാണ്, ഇന്തോനേഷ്യയാണ്. അവരായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഡിസഡ്വാൻറ്റേജിലാണ്. ഏതാണ്ട് 4 to 6%, ഒരു 5 to 7% വേണമെങ്കിൽ പറയാം നമ്മൾ ഡിസഡ്വാൻറ്റേജ്. കാര്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഈ കോമ്പീറ്റിംഗ് നേഷൻസിന് വച്ചിരിക്കുന്നത് ഏതാണ്ട് 19 തൊട്ട് 20% ആണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഒരു ഇൻറ്റേർണൽ ഡേറ്റ നോക്കാൻ നേരത്ത് F&O സെറ്റപ്പും അതിനകത്ത് പുട്ടും ഓപ്ഷനും PCR ഡേറ്റ ഒക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് എന്തോ നമ്മുടെ അടുത്ത് വിസ്പർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയാണ്. ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുന്ന ബിൽഡപ്പ് എന്തോ ഒരു കാര്യം, അതായത് മാർക്കറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ ബിഗ് മൂവ്. അത് ചിലപ്പോൾ താഴോട്ടായിരിക്കാം, മുകളിലോട്ടായിരിക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ് ആണെന്നുള്ളത് ഇന്നത്തെ RBI പോളിസിയിൽ മാർക്കറ്റ് എങ്ങനെ അത് റിയാക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഐ എം സ്റ്റിക്കിംഗ് മൈ നെക്ക് ഔട്ട് ആൻഡ് ഐ എം സെയിങ് മേ ബി ഈ പറയുന്ന പോലെ RBI മോണിറ്ററി പോളിസി ചിലപ്പോൾ ഇന്ന് കടന്നു പോയേക്കാം. ചിലപ്പോൾ ചെറിയ മൂവ്മെൻ്റ് ഒക്കെ വന്നാൽ ഏതായാലും ട്രംപ് 24 മണിക്കൂറിനുള്ളിൽ പറയുമെന്നാണ് പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും അന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും ബോട്ടം ആവുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഗസ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ വ്യൂവേഴ്സോ ഇൻവെസ്റ്റേഴ്സോ പോവരുത്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്സൈഡ് കമൻറ്റ് എൻ്റെ രീതിയിൽ പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, പറയുമ്പോഴാണല്ലോ നമുക്ക് അതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷൻ മാർക്കറ്റിൽ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇതിൻ്റെ കൂടെ തന്നെ ട്രംപ് പറയുന്ന വേറൊരു കാര്യമുണ്ട്, വി ആർ ക്ലോസ് ടു ക്ലിയറിംഗ് എ ഡീൽ വിത്ത് ചൈന എന്ന് കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മീൻ വൈൽ റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതായത് സോവറിൻ കൺട്രീസ് ഇൻഡിപെൻഡൻറ്റ് കൺട്രീസിന് അവർക്ക് അവരുടേതായ പാർട്ട്ണറിങ് കൺട്രീസ് അല്ലെങ്കിൽ ട്രേഡ് പാർട്ട്ണർ കൺട്രീസിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരത് തിരഞ്ഞെടുക്കുന്നത് ആ കൺട്രി ആയിട്ടുള്ള റിലേഷൻഷിപ്പും അവരുടെ നാട്ടിലുള്ള സെക്യൂരിറ്റി നീഡ്സും ആവശ്യങ്ങളും കൺസിഡർ ചെയ്തായിരിക്കണം, അല്ലാതെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ നടന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് എന്തൊക്കെ നമ്മൾ ഗെയിൻ ചെയ്തോ അതിൻ്റെ പകുതിയോളം തന്നെ ഇന്നലെ തിരിച്ച് എടുത്തു എന്നുള്ളതാണ് അതിനകത്ത് രസമായിട്ടൊരു കാര്യം. മാർക്കറ്റിൽ ഇപ്പോൾ ലാക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫെറ്റീഗാണ്. അതായത് മാർക്കറ്റ് ഒരു ക്ഷീണിതനാണെന്നുള്ളതാണ്. ഒരു ലീഡിങ് സെക്ടറോ സ്റ്റോക്കോ ഇല്ല. മാർക്കറ്റിൽ ലീഡർഷിപ്പ് ആരും എടുക്കുന്നില്ല.
അതായത് നമുക്ക് റിലയൻസിൽ നിന്ന് കിട്ടുന്നില്ല, IT നിന്ന് കിട്ടുന്നില്ല, ബാങ്കിങ്ങിൽ നിന്ന് കിട്ടുന്നില്ല, FMCG നിന്ന് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ ടെക്നിക്കൽസ് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി എന്തോ സംസാരിക്കുന്നുണ്ട്. അത് തിരിയുകയാണെങ്കിൽ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും അതിന് കാരണം. അതിന് ഇനി RBI ആവുമോ ഇന്നത്തെ കാരണമൊന്നും കൂടി എനിക്കറിയില്ല എന്നുള്ളതാണ്. RBI മോണിറ്ററി പോളിസി 2 ദിവസമായിട്ട് മീറ്റിംഗ് നടക്കുന്നു. ഇന്നാണ് അതിൻ്റെ ഔട്ട്കം. 10 മണിയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈവിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് ലാർജ്ലി എല്ലാവരും പറയുന്നത് റേറ്റ്സ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണെന്ന്. ബട്ട് ഈവൻ ദെൻ ഇതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം, പലരും ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ 25 ബേസിസ് പോയിന്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് എന്താണ് 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് നേരിട്ട് തന്നെ ഈ RBI അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്ത് ടൈപ്പ് ഡോവിഷ് എക്സ്പെക്ടേഷൻ ആണ്. അതായത് ഭാവിയിൽ ഇനി കട്ട് ചെയ്യുന്നുള്ള ഒരു വർത്തമാനം, അവരുടെ ഒരു സ്റ്റാൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ള. പക്ഷേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത്, അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതായത് ട്രംപിൻ്റെ ടാരിഫ് ഇങ്ങനെ ഒരു ആക്സ് ആയിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു നമ്മുടെ മോണിറ്ററി പോളിസി. കാര്യം അത് ഗേജ് ചെയ്തിട്ട് RBIക്ക് അക്കോമഡേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടോ അല്ലെങ്കിൽ ഡോവിഷ് ആയിട്ടോ ഹോക്കിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാമായിരുന്നു എന്നുള്ള. ബട്ട് ഈവൻ തന്നെ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് പോയി എന്നുള്ളതാണ്. ബട്ട് ഏതായാലും RBI അത് എക്സ്പെക്ട് ചെയ്യണം. കാര്യം വെച്ചാൽ 24 ഹവേഴ്സിനുള്ളിൽ വയ്ക്കും എന്നാണല്ലോ പറയുന്നത്. അത് മനസ്സിൽ വെച്ചിട്ട് RBI എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കേണ്ട കാര്യം, ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് RBIയുടെ മോണിറ്ററി പോളിസി ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് എസ്പെഷ്യലി വിത്ത് US ചെറിയ ഒരു ലിംബോയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഗവൺമെൻറ്റിനും RBIക്കും നമ്മുടെ ഇന്ത്യൻ കോർപ്പറേറ്റ്സിനും ഒരുപാട് കടമകളുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഒരുപാട് ഫിസ്ക്കൽ മെഷേഴ്സ് കൊണ്ടുവരാം, എക്കണോമിയെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. രണ്ടാമത് അതുകൂടാതെ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരാം. 3 മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള ബൈലാറ്ററൽ ട്രേഡ് ഇൻക്രീസ് ചെയ്ത് എന്തൊക്കെ കുറവ് US നിന്ന് വരണോ നമുക്ക് മറ്റെവിടെ നികത്താം. അതുമാത്രമല്ല നല്ലൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൊണ്ടുവന്ന് എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഡൊമസ്റ്റിക് എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് എങ്ങനെയാണ് പെരുമാറുന്നത് നോക്കാം. ഗവൺമെൻറ് ആദ്യം തന്നെ കൺസംഷൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് റേറ്റ് കട്ട് 12 ലക്ഷം രൂപ തന്നു. നല്ല രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് ഭാഗത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള ട്രേഡ് ട്രീറ്റീസ് എങ്ങനെ വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിനി നോക്കണമെന്നുള്ളത്. RBIയുടെ ഭാഗത്ത് വേണമെങ്കിൽ RBIക്ക് എക്കണോമി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാം. അത് മാത്രമല്ല ബാങ്കിന് കൂടുതൽ ലിക്വിഡിറ്റി കൊടുക്കാം. അതുകൊണ്ട് അവർക്കത് ലെൻഡ് ചെയ്ത കാരണം കൂടുതലായിട്ട് എക്കണോമിക്ക് സ്പെർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. കോർപ്പറേറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട്, അവരുടെ പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ നീഡ് ടു ഗോ ഫോർ എ പ്രൈവറ്റ് പ്ലാൻഡ് ക്യാപെക്സ്. അവർ ഈ പറഞ്ഞ പോലെ ഈ പാസീവ് ആയിട്ടുള്ള വേറൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്ത് മാത്രം പോകരുത്. പുതിയ ക്യാപിറ്റൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പുതിയ പ്ലാന്റും ഫാക്ടറിയും ലാൻഡ് ലേബർ മെഷീനറി ഒക്കെ കൊണ്ടുവരണം എന്നുള്ള. അങ്ങനെ വന്നാലേ എക്കണോമി ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് സപ്പോർട്ട് 24,500, അപ്വേർഡ് റെസിസ്റ്റൻസ് 24,800 നിൽക്കുന്നു. ഇന്നലെ രസകരമായിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞത് FIIs ബിഗ് സെല്ലേഴ്സ് ആണെന്നുള്ള. ബട്ട് ഇന്നലത്തെ ഫിഗേഴ്സ് FII നെറ്റ് സെല്ലേഴ്സ് ആണ്. ജസ്റ്റ് ടു ദ ട്യൂൺ ഓഫ് 22 crores, 22 കോടിക്ക് മാത്രമേ സെല് ചെയ്തു. DI നെറ്റ് ബയേഴ്സ് ആണ് 3840 കോടി. FIIs പക്ഷേ സെല് ചെയ്ത കാര്യത്തിൽ ഒരു ചെറിയൊരു ഡേറ്റയിൽ ഒരു ചെറിയൊരു സ്ക്വീയിങ് ഉണ്ട്. അതായത് ആൻഡ് ഫിനാൻഷ്യൽസ് ഇന്നലെ PTMൽ 5.84% സെല് ചെയ്ത് കംപ്ലീറ്റ് അവരുടെ സ്റ്റേക്കും വിറ്റുമാറി. അതായത് ക്ലീൻ ഔട്ട് ട്രേഡ്, ഒരു എക്സിറ്റ് ആണ് നടന്നത്. 3800 കോടിയുടെ എനിക്ക് തോന്നുന്നു പെർ ഷെയർ ഫ്ലോർ പ്രൈസ് 1020 രൂപ പെർ ഷെയർ ആണ് നടന്നത്. ചിലപ്പോൾ അതായിരിക്കാം ഈ പറഞ്ഞ പോലെ FII ഫിഗേഴ്സിനെ ലിസ്റ്റ് ചെയ്ത് ഇന്ന് NSDL ലിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓവറോൾ സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാലോ 41 ടൈംസായി. ഇഷ്യൂ പ്രൈസ് ഏതാണ്ട് 800 രൂപയ്ക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അതിനെ മാർക്കറ്റ് ഒറ്റ നോക്കുന്നുള്ള. ജസ്റ്റ് ലാസ്റ്റ് പോകുന്നതിന് ഒരു 2 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യമില്ല, എങ്ങനെയാണ് മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പൈസയും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്. 100% ഞാൻ ഇൻവെസ്റ്റഡ് ആണ്. എനിക്കിഷ്ടമുള്ള ബിസിനസ്സുകളിൽ ഒരു 5-6 ബിസിനസ്സുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ എന്ന് മുതൽ ട്രംപ് ടാരിഫ് പറഞ്ഞോ അന്ന് മുതൽ ഒരു സ്പെക്ടേറ്റർ മാത്രമാണ്. ഒരു രീതിയിലും പോർട്ട്ഫോളിയോ തൊട്ടിട്ടില്ല. കാര്യം ഞാനൊരു പോർട്ട്ഫോളിയോ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ലോങ്ങർ ടേമിലാണ്. ഒരു വെൽത്ത് ക്രിയേഷൻ, ഒരു റിയൽ എസ്റ്റേറ്റ്, ഒരു സ്ഥലം എങ്ങനെയാണോ നമ്മൾ മേടിച്ചിടുന്നത് അതുപോലെയാണ് ഞാൻ മേടിച്ചിട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. ഓഫ് കോഴ്സ് മാർക്കറ്റിൽ ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടോ? തീർച്ചയായിട്ടും നെഗറ്റീവാണ്. ചില സ്റ്റോക്കുകൾ എനിക്ക് നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. പക്ഷേ ഞാൻ സെല്ല് ചെയ്യാത്തടത്തോളം കാലം അത് പേപ്പർ ലോസ് മാത്രമാണ്. ഞാൻ എന്നാണോ സെല്ല് ചെയ്യണേ അന്ന് മാത്രമേ ഞാൻ ലോസ് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ 1 കോടി രൂപയുടെ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. വേറെ ആരെങ്കിലും വന്ന് 85 ലക്ഷത്തിന് തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് 15 ലക്ഷം നഷ്ടമാവുന്നില്ല.
ഞാൻ വിൽക്കുമ്പോൾ മാത്രമേ നഷ്ടമാവുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യും, 85 ലക്ഷത്തിന് ഞാൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും എന്നാണോ 1.5 ലക്ഷം ചോദിക്കുന്നത് അന്നേ കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്നെ പോലെ 100% ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളവർ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക എന്നല്ലാതെ എനിക്ക് നിവർത്തിയില്ല. രണ്ടാമത്, ഇനി സാധാരണക്കാർ ഇതുവരെ എൻട്രി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പതുക്കെ മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റിയ സമയമാണ്. മേ ബി ഒരു 30% 40% ഡിപ്ലോയ് ചെയ്യാം. അടുത്ത ഒരു നല്ല ഫോൾ ചിലപ്പോൾ ട്രംപ് ഈ പറഞ്ഞ പോലെ ടാരിഫ് വയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് ബാക്കിയും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്, നല്ല ലിക്വിഡിറ്റി ആൾക്കാർ എപ്പോഴും പൈസയിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ ഇനിയും പൈസ കൊണ്ടുവരാൻ കെൽപ്പുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ 3 പേരുടെ സ്റ്റേറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്നെ പോലെ ആൾക്കാർ. രണ്ടാമത്, ഇതുവരെ മാർക്കറ്റിൽ എൻട്രി ചെയ്യാത്തവർ. മൂന്നാമത്, മാർക്കറ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്നാൽ ഇനിയും കൊണ്ടുവരാൻ പൈസയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറി ആൾക്കാർക്ക് ഈ പറയുന്നത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാം. ഇനി മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഈ വീക്ക്നെസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും തന്നെ മാർക്കറ്റിൽ ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ ടെൻഷനല്ല. കാര്യം ഞാനൊരു ലോങ്ങർ ടേം സ്ട്രാറ്റജിയിൽ കുറേ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലാസ്റ്റ് 4-5 മാസമായിട്ട് ചെറിയ പേപ്പർ ലോസുകൾ ചില സ്റ്റോക്കുകളുണ്ട്. ചില സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നും കൂടി പറയണം. ഓവറോൾ എൻ്റെ പോർട്ട്ഫോളിയോ പോസിറ്റീവിലാണ്. കാര്യം ഇപ്പം എൻ്റെ നിന്നിൽ അത് എൻ്റെ കഴിവുകൊണ്ടല്ല. ഞാൻ വലിയ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇപ്പോഴും പറയുന്നു ഹെഡ്ലൈൻ ഇൻഡിസസ് കാണിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പോലും പല സ്റ്റോക്സും ലാസ്റ്റ് 6 മാസം കൊണ്ട് തന്നെ 50% കയറിയ സ്റ്റോക്സ് ഉണ്ട്, 60% കയറിയ സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ഇൻഡിക്കേറ്റർ മാത്രമാണ്, അത് എക്സാക്ട് ബാരോമീറ്റർ അല്ല എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ച് എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവ് ആവണം നിർബന്ധമില്ല. ലാസ്റ്റ് 3-4 മാസം 50%, 60%, 10%, 20% തന്ന നൂറ്റിക്കണക്കിന് സ്റ്റോക്സ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമ്മൾ അത് ഹോൾഡ് ചെയ്യണോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ നിഫ്റ്റിയുടെ ലെവൽ ഓർത്തിരുന്നിട്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രേക്ഷകരോട്. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ട്രംപിൻ്റെ ആ ഒരു വാക്കുകളായിരിക്കാം ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ ബോട്ടം ഔട്ടിലേക്ക് അടുപ്പിക്കുന്നത്. അന്ന് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു നീജർ റിയാക്ഷനിൽ താഴെ വന്നാൽ പോലും ആക്റ്റീവായിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. അതായത് ട്രംപിന്റെ ഭീഷണി നടക്കുമോ എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ഭീഷണിക്ക് വഴങ്ങി ഒരു താഴേക്ക് പോകുമോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ട്രംപിന്റെ ഭീഷണി വന്നിട്ടുണ്ടായിരുന്നത് അടുത്ത ഉടനെ തന്നെ 25% താരിഫ് ചുമത്തുന്നു എന്നുള്ളൊരു ഭീഷണി. തീർച്ചയായിട്ടും മാർക്കറ്റ് ഒന്ന് റെസ്പോണ്ട് പോലും ചെയ്തില്ല അതിന്. അന്നത്തെ ദിവസം ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ വിചാരിച്ച അത്ര വീഴ്ചയിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ലായിരുന്നു. അല്ലെങ്കിലും US ആയിട്ടുള്ള ട്രേഡ് നമുക്ക് $85 ബില്യൺ ഉള്ളൂ. ഈ $85 ബില്യൺ എന്ന് പറയുന്നത് നമ്മുടെ GDP-യുടെ 1.8% ഉള്ളൂ. മനസ്സിലായി? ആ 1.8% ഇനി കംപ്ലീറ്റ് $85 ബില്യൺ പോയാലും നമ്മൾ ഇനി US-ലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണില്ല എന്ന് വിചാരിച്ചാൽ പോലും ആ 1.8% 2% താഴെ മാത്രമേ GDP-യുടെ ഇമ്പാക്ട്. GDP-യുടെ 2% ആണ്, 20% അല്ല. GDP-യുടെ 2%. അതുകൊണ്ട് മാർക്കറ്റിന് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ഇതിനേക്കാട്ടിലും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളി പോയിട്ടില്ല എന്ന് പറയും പോലെ അങ്ങനെയൊന്നും മാർക്കറ്റ് ഇതിനെ പേടിക്കുന്നില്ല. മാർക്കറ്റ് ഹാസ് ക്ലൈംഡ് എ ലോട്ട് ഓഫ് വാൾ ഓഫ് വെറീസ്. ഇതിനേക്കാളും വലിയ വേസ്റ്റ് സിറ്റുവേഷൻ ഒക്കെ മാർക്കറ്റ് ക്ലൈംബ് ചെയ്ത് വന്നു. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ലാസ്റ്റ് 6 മാസം മാർക്കറ്റ് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഒരു കൊല്ലമായിട്ട് നെഗറ്റീവ് ആണോ? നെഗറ്റീവാണ്. പക്ഷെ നിങ്ങൾ 5 കൊല്ലത്തെ ചാർട്ട് എടുത്ത് നോക്കൂ, ഈ കറക്ഷൻ നമ്മൾ കാണത്ത് പോലുമില്ല. നിങ്ങൾ 10 കൊല്ലത്തെ ചാർട്ട് എടുത്ത് നോക്കൂ, ഇങ്ങനെയായിരിക്കും എൻ്റെ ഗ്രാഫ് പോണേന്നുള്ള. അപ്പം മാർക്കറ്റ് ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് വന്നു എന്നുള്ള. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു പ്രോബ്ലം ആക്കി മുന്നോട്ട് പോകണ്ട. ബട്ട് മീഡിയം ടേംസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടേമിന് ചെറിയ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യത. RBI മോണിറ്ററി പോളിസി തുടങ്ങിയ MPC യോഗ തീരുമാനം ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കുകയാണ്. ഗവർണറുടെ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക്. In the changing world order, drawing on its inherent strength, robust fundamentals, and comfortable buffers. Opportunities are there for the taking, and we are all making efforts to create enabling conditions through a multi-pronged yet cohesive approach to policy making. Globally, policymakers are faced with muted growth and slowing pace of inflation, with some advanced economies even witnessing an uptick in inflation. As the dust settles and a new equilibrium emerges in the new global order, policymakers will have a tough task navigating a world characterized by modest growth, sticky inflation, and elevated public debt levels. At the Reserve Bank, leveraging on the room provided by a significant moderation in inflation, we have taken decisive and forward-looking measures to support growth.
the coordinated use of various tools available to us has helped accelerate monetary policy transmission in the current easing cycle. The Monetary Policy Committee, MPC, met on the 4th, 5th and 6th of August to deliberate and decide on the policy repo rate. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the Liquidity Adjustment Facility (LAF) unchanged at 5.5%. Consequently, the standing deposit facility rate shall remain unchanged at 5.25%, and the marginal standing facility rate and the bank rate at 5.75%. The MPC also decided to continue with the neutral stance. The MPC noted that while headline inflation is much lower than projected earlier, it is mainly due to volatile food prices, especially in vegetables. Core inflation, on the other hand, has remained steady around the 4% mark as anticipated. Inflation is projected to go up from the last quarter of this financial year. Growth is robust and as per earlier projections, though of course below our aspirations. The uncertainties of tariffs are still evolving. Monetary policy transmission is continuing. The impact of the 100 basis points rate cut since February 2025 on the broader economy is still unfolding. On balance, therefore, the current macroeconomic conditions, outlook, and the uncertainties call for continuation of the policy repo rate of 5.5% and wait for further transmission of the front-loaded rate cut to the credit markets and to the broader economy. Accordingly, the MPC unanimously voted to keep the repo rate unchanged. The MPC further resolved to maintain a close vigil on the incoming data and the evolving domestic growth inflation dynamics to chart out the appropriate monetary policy path. Accordingly, all members decided to continue with the neutral stance. Now I'll turn to an assessment of the growth and inflation in our country. First of all, growth. Domestic growth is holding up and is broadly evolving along the lines of our assessment, even though some high-frequency indicators showed mixed signals in May, June this year. Rural consumption remains resilient, while urban consumption revival, especially discretionary spending, is tepid. Fixed investment supported by buoyant government capex continues to support economic activity. On the supply side, steady southwest monsoon is supporting kharif sowing, replenishing reservoir levels, and boosting agriculture activity. Moreover, services activity remains steady, though some high-frequency indicators recorded a modest expansion. Services PMI increased to an 11-month high of 60.5 in July 2025. Construction activity continues to exhibit resilience. However, growth in the industrial sector remained subdued and uneven across segments, pulled down by electricity and mining. While the manufacturing PMI remained elevated in Q1, the IIP, Index of Industrial Production, showed moderation. Turning now to the growth outlook, the above normal southwest monsoon, lower inflation, rising capacity utilization, and congenial financial conditions continue to support domestic activity. The supportive monetary, regulatory, and fiscal policies, including robust government capital expenditure, should also boost demand. With sustained growth in construction and trade segments,
the services sector is expected to remain buoyant in the coming months. Prospects of external demand, however, remain uncertain amidst ongoing tariff announcements and trade negotiations. The headwinds emanating from prolonged geopolitical tensions, though abated as I mentioned earlier, persisting global uncertainties, and volatility in global financial markets pose risks to the growth outlook. Taking all these factors into account, real GDP growth for 2025-26, the current year, is projected at 6.5%, our earlier projection, with Q1 at 6.5%, Q2 at 6.7%, Q3 at 6.6%, and Q4 at 6.3%. Real GDP growth for Q1 next year, 2026-27, is projected at 6.6%. The risks are evenly balanced. I will now speak on the domestic inflation. CPI headline inflation declined for the 8th consecutive month to a 77-month low of 2.1% in June. This was driven primarily by a sharp decline in food inflation, led by improved agricultural activity and various supply-side measures. Food inflation recorded its first negative print since February 2019. It was negative 0.2% in June. Double-digit deflation in vegetables and pulses drove this contraction. High-frequency price indicators signal a continuation of the lower price momentum in fruit prices to July, the last month as well. Fuel group inflation moderated over 2 successive months to record 2.6% in June. Core inflation, on the other hand, which remained within a narrow range of 4.1 to 4.2% during February to May this year, increased slightly to 4.4% in June, partly driven by continued increase in gold prices. The inflation outlook for 2025-26 has become more benign than expected in June. Large favorable base effects combined with steady progress of the southwest monsoon, healthy kharif sowing, adequate reservoir levels, and comfortable buffer stocks of food grains have contributed to this moderation. CPI inflation, however, is likely to edge up above 4% in Q4 of this year and beyond, as unfavorable base effects and demand side factors from policy actions that we took a few months ago, come into play. Barring any major negative shock to input prices, core inflation is likely to remain moderately above 4% during the year. Weather-related shocks pose risks to inflation outlook. Considering all these factors, CPI inflation for the current year 2025-26 is now projected at 3.1%. This is down from 3.7% that we had earlier projected in June, with Q2 at 2.1%, Q3 at 3.1%, and Q4 at 4.4%. CPI inflation for Q1 next year, 2026-27, is projected at 4.9%. The risks are evenly balanced. I will now be speaking about the external sector. India's current account deficit CAD moderated to 0.6% of GDP last year in 2024-25 from 0.7% of GDP in 2023-24. And I want to underline over here that it is not only in percentage terms as a proportion of GDP that it decreased by about 0.1% because of the expansion in GDP, but also because of a decrease
in absolute terms of CAD by about $3 billion US dollars, from $26 billion to $23 billion. And this is on account of robust services exports and strong remittances receipts. Despite a higher merchandise trade deficit, we have been recording, as you are aware, a high growth rate of about 17% in services exports in the last 4 years, and about 14% compounded annual growth rate of remittance receipts in the last 4 years ending 2024-25. This has made up more than for the higher merchandise trade deficit that we had last year. The merchandise trade deficit further widened in Q1 of 25-26. India's share in world services exports has risen markedly from about 2% in 2005 to 4.3% in 2024, driven by strong software and business services exports. Robust services exports coupled with strong remittance receipts are expected to keep the CAD within sustainable level even during the current financial year. എസ് ആർ ബിയുടെ MPC യോഗ തീരുമാനങ്ങളാണ് ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചത്. ഏതായാലും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. റിപ്പോ നിരക്കിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സ്റ്റാൻസ് ന്യൂട്രലായിട്ട് തന്നെ തുടരുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഒക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ കൺട്രോൾ എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായിട്ട് ഡിസൈസീവ് ആൻഡ് ഫോർവേഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് രസകരമായിട്ടുള്ള കാര്യം, അതായത് ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ ഡൗൺ ആയതുകൊണ്ട് ഇൻഫ്ലേഷൻ ഇപ്പൊ കാണപ്പെടുന്നു. പക്ഷേ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ വോളട്ടൈൽ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൺസൂണിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഫ്ലഡ്സ് എങ്ങനെയായിരിക്കാം ഇപ്പോഴത്തെ കൾട്ടിവേഷനെ ഇമ്പാക്ട് ചെയ്തതെന്നായിരിക്കാം ചിലപ്പോൾ RBIയുടെ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഒരു കൺസേൺ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ ചിലപ്പോൾ കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലേഷൻ കൂടിയേക്കാം എന്നുള്ളത് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുവരെ ടാരിഫിനെ ബേസ് ചെയ്തിട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതെ, അതായത് ടാരിഫിന് വരിക ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യണത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പൊതുവെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പൊതുവെ ഈ പറഞ്ഞ പോലെ നമ്മുടെ 2% GDPയുടെ താഴെയാണല്ലോ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് ചാനലിൽ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറീസ് എന്താ പറയുക ഒരു മെസ്സഞ്ചറായിട്ട് വന്നിട്ട് ഇന്ത്യയും US തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം ഇപ്പം നമ്മളെ മാത്രമല്ലോ, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് വെരി സ്ട്രോങ് ഇൻ US അല്ലേ. അതായത് ട്രംപിൻ്റെ ഈ പാർട്ടിയിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗുജറാത്തീസും മാർവാഡീസും സിന്ധീസൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്, മലയാളികൾ വരെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആന്ധ്രാക്കാരും ഉണ്ടെന്നൊക്കെയുള്ള. അപ്പോൾ ഒരുപാട് ബിസിനസ് കോർപ്പറേറ്റ്സ് അവരകത്ത് ഇൻവോൾവ് ആണ്. ദേ വിൽ ടേക്ക് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ട്രൈ ടു ബ്രിങ് ഇന്ത്യ ആൻഡ് US ടു ആൻ അമിക്കബിൾ സൊല്യൂഷൻ എന്നുള്ളതിൽ കോൺഫിഡൻസ് ആയിരിക്കണം ഈ പറയുന്ന പോലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മനസ്സിലാക്കുന്നതെന്ന്. ഏതായാലും സാർ, നമുക്കിപ്പോൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു നിലവിലത്തെ കണ്ടീഷനിൽ മറ്റു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസുമായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 24,600 എന്നുള്ള ഒരു നിലവാരത്തിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവുണ്ടായിരിക്കും. ഏകദേശം ഒരു 30 പോയിന്റുകൾക്ക് മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,615 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു രീതിയിലേക്ക് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഏകദേശം ഒരു 33 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,393 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് സെക്ടേഴ്സിൻ്റെ മറ്റുമൊക്കെ ഒരു പെർഫോമൻസ് കൂടി പരിശോധിക്കുക ണെങ്കിൽ സെക്ടേഴ്സിലും മറ്റുമൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടിവ്, അല്ലെങ്കിൽ എല്ലാ സൂചികളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ
നാമമാത്രമായൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ സൂചികൾക്ക് നേട്ടത്തിലുള്ള സൂചികൾക്ക് തന്നെ കഴിയുന്നത്. പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊക്കെ PSU ബാങ്കിങ് സൂചികയൊക്കെ വളരെ നേരിയ രീതിയിലുള്ള ഒരു നേട്ടം രേഖപ്പെടുന്നു. എങ്കിൽ കൂടി മറ്റ് സൂചികളൊക്കെ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ബാങ്കിൽ ഇടിവുണ്ടായിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവായ ഒരു നിരക്കിൽ നിലനിൽക്കുന്നു. PSU ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫ്ലാറ്റ് ടു പോസിറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊരു പൊസിഷനിങ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് പരിശോധിക്കുകയാണെങ്കിലും വളരെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവായ ഒരു നിരക്കിൽ നിൽക്കുന്നു. എങ്കിൽ കൂടി കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഈ പറയുന്ന സൂചികളിൽ ഒന്നും ഉണ്ടാകുന്നില്ല. എങ്കിൽ കൂടിയും ഇടിവ് രേഖപ്പെടുന്ന സൂചികളായിട്ടുള്ള നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ സൂചികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് സൂചികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നിഫ്റ്റി 50ലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ കമ്പനികളുടെയും മറ്റുമൊക്കെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ട്രെൻഡിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ ഏകദേശം ഒരു 1.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം 1% ഒരു നേട്ടം ഉണ്ടാകുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്കിനും 1% ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഭാരതി എയർടെൽ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5%ഉള്ളൊരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരു ഓഹരികൾക്കും സാധിക്കുന്നുമുണ്ട്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയുടെ ഓഹരികൾക്ക് ഒരു ഇടിവുണ്ടാകുന്നു. ഏകദേശം 1.25%ഉള്ളൊരു ഇടിവ് സിപ്ല നേരിടുന്നു. IT കമ്പനിയായിട്ടുള്ള വിപ്രോ, ഇൻഫോസിസ് ഓഹരികളും ഏകദേശം 1% മുകളിൽ ഏകദേശം 1.25%ഉള്ളൊരു ഇടിവ് വിപ്രോ നേരിടുമ്പോൾ ഇൻഫോസിസ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവാണ് നിലയിൽ ഇപ്പോൾ രേഖപ്പെടുന്നത്. ഇറ്റേണൽ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 1.5%ഉള്ളൊരു ഇടിവുണ്ടാകുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിലെ ഇടിവും ഏകദേശം 1% മുകളിലേക്ക് പോയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് നിലവിൽ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്കിപ്പോൾ മോണിറ്ററി പോളിസിയുടെ ചില അപ്ഡേറ്റ്സുകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റുകളിൽ മറ്റൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. 5.5% എന്നുള്ളൊരു നിരക്കിൽ റിപ്പോ റേറ്റുകൾ തുടരും. അഥവാ MSF റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് പരിശോധിക്കുകയാണെങ്കിലും തൽസ്ഥിതി തുടരാനുള്ള ഒരു തീരുമാനം തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഏകദേശം 5.75% എന്നുള്ളൊരു നിരക്കിൽ ഇതും തുടരും. ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തിലെ ഒരു CPI അഥവാ റീറ്റെയിൽ ഇൻഫ്ലേഷനും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 3.1% എന്നുള്ളൊരു നിരക്കിൽ, അതായത് മുൻപ് എസ്റ്റിമേറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു വളർച്ച ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷനും മറ്റൊന്നും ഉണ്ടാകുന്നില്ല. അതായത് ഫുഡ് പ്രൈസുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്ന വിലയിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്ന കുറവാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടും CPI ഇൻഫ്ലേഷനെ ഇത്ര മികച്ച രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് നൽകുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നിലയിൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഗ്രോത്ത് പറയുകയാണെങ്കിലും അദ്ദേഹം ഏകദേശം 6.5% ഒരു ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കും എന്നൊരു കാര്യം പറയുന്നത്. അത് മുൻപുണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻസ് തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയും സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു മോണിറ്ററി പോളിസിയിലെ സ്റ്റാൻസ് പരിശോധിക്കുകയാണെങ്കിൽ മോണിറ്ററി പോളിസി സ്റ്റാൻസും ഒരു ന്യൂട്രൽ സ്റ്റാൻസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. തിരിച്ച് വിപണിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 80 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിങ് സൂചിക്ക് സാധിക്കുന്നു. നിലവിൽ 55,441 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിൽ നിലവിലിപ്പോൾ ട്രേഡിംഗ് പുരോഗമിക്കുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു മാർജിനലായിരിക്കുന്ന ഒരു ഇടിവുണ്ടാകുന്നു. നിലവിൽ 24,630 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിലും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ ഇപ്പോൾ പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനുള്ള മാർക്കറ്റ് അപ്ഡേറ്റുകൾ. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ് നൽകിയത്. സുരേഷ് സർ, ഏതായാലും നമുക്ക് ഈ ഒരു ഇന്നത്തെ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി MPCയുടെ യോഗ തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു നിർണായകമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ എന്തെങ്കിലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നൽകുന്നുണ്ടോ? ജാസ്മിൻ, ഇതിൽ ബേസിക്കലി നമ്മളിപ്പോൾ US-ലേക്കുള്ള ടാരിഫ് ആണല്ലോ നമ്മളിപ്പോൾ ഇന്ത്യയെ ഹോണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനികൾ, അതായത് നമ്മൾ 2 ആഴ്ച മുമ്പ് വീൽസ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. ആ വീൽസ് ഇന്ത്യയെക്കുറിച്ച് പറയാൻ കാര്യം എന്താ, വീൽസ് ഇന്ത്യക്ക് ഈ ടാരിഫ് കൊണ്ട്, അതായത് ഓട്ടോ കോമ്പോണൻസ് വളരെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണല്ലോ ഈ US ടാരിഫ് കാരണം. എന്നാലും വീൽസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഈ പറഞ്ഞ പോലെ ഓട്ടോ ആൻസിലറി കമ്പനിക്ക് അമേരിക്കയിൽ തന്നെ ബിസിനസ് ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫ് അവരെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാരണത്താൽ തന്നെ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ വീൽസ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് അവതരിപ്പിച്ചു. അതേപോലത്തെ ഒരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ സബ്സിഡറി തന്നെ ഈ ബിസിനസ്സിന് ഉള്ളതുകൊണ്ട് ഈ ടാരിഫ് ഈ ബിസിനസ്സിനെ ബാധിക്കില്ല എന്നുള്ള. അപ്പോൾ ഈ കമ്പനിയുടെ പേര് വെൽസ്പൺ കോർപ്പ് എന്നാണ്. ഈ വെൽസ്പൺ കോർപ്പ്
കോർപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഒരു പൈപ്പ് മാനുഫാക്ചറിങ് കമ്പനി. ഈ പൈപ്പ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുമ്പോൾ ഈ ലാർജ് ഡയമീറ്റർ പൈപ്പില്ലേ, അതായത് നമ്മൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിക്ക് ഈ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന പൈപ്പ്, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുമായിരിക്കാം ഈ ഗെയിൽ പൈപ്പ് ലൈനിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ പൈപ്പ് ലൈൻ ലേ ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ലാർജ് ഡയാമീറ്റർ ഉള്ള പൈപ്പ്സ് ഉണ്ട്. അതായത് 1.5 ഇഞ്ച് മുതൽ 143 ഇഞ്ച് വരെ വരുന്ന ഡയമീറ്ററുള്ള പൈപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആക്ച്വലി വെൽസ്പൺ കോർപ്പ് എന്ന് പറയുന്നത്. കൂടുതലും ഇവരുടെ പൈപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, വാട്ടർ സിസ്റ്റംസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലാണ് ഇവർ യൂസ് ചെയ്ത് വരുന്നതെന്നുള്ള. ശരിക്കും 1995 ഈ കമ്പനി തുടങ്ങുന്നതെന്നുള്ള ഒരു ജർമ്മൻ കൊളാബറേഷനോട് കൂടിയാണ്. അന്ന് ഇതിൻ്റെ പേര് വെൽസ്പൺ സ്റ്റാൾ റോറൻ എന്നാണ്, STAHLROHREN, ഒരു ജർമ്മൻ നെയിമും കൂടെ അതിനകത്ത് ഉണ്ടെന്നാണ്. ഇപ്പോൾ ആ കമ്പനിയുടെ പേര് വെൽസ്പൺ കോർപ്പ് എന്നുള്ളതാണ്. ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ ഈ ലാർജ് ഡയമീറ്റർ പൈപ്പ്സ് മാത്രമല്ല, അവർ അതുകൂടാതെ ഡക്റ്റൈൽ അയൺ പൈപ്പ്സ് ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്സ് ഉണ്ടാക്കുന്നുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ TMT ബാർ, നമ്മളിവിടെ കൈരളി TMT ബാർ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ TMT ബാറും കൂടി ഇവർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവർ ബില്ലറ്റ്സ് ആൻഡ് പിഗ് അയൺ, അതായത് BIS സർട്ടിഫിക്കേഷനുള്ള ബില്ലറ്റ്സും പിഗ് അയൺസും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ 2022-23 സിൻഡെക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമുക്കുണ്ടല്ലോ, അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് പൈപ്പ്സും ടാങ്കും വാട്ടർ സ്റ്റോറേജ് ടാങ്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നല്ല കമ്പനിയായിരുന്നു സിൻഡെക്സ്. പക്ഷേ അത് ഫിനാൻഷ്യലി അത് വളരെ മോശമായി പോയി. അപ്പോൾ സിൻഡെക്സിനെ ഇവർ 2022-23 ഇവർ ഏറ്റെടുത്തു എന്നുള്ള അതൊരു വലിയ ബ്രാൻഡ് നെയിം ആട്ടോ. ഒരു കൺസ്യൂമർ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ B2B ബിസിനസ്സിലാണ് വെൽസ്പൺ കോർപ്പ് അല്ലേ. അതായത് കൂടുതലും നമ്മളിപ്പോൾ എന്താ പറയുക, വലിയ ലാർജ് കമ്പനീസിനാണ് കൊടുക്കുക. കാര്യം ഇവരെ ക്ലയൻറ്റ് ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ONGC അല്ലെങ്കിൽ സൗദി അരാംകോ എന്നിങ്ങനെയുള്ള കമ്പനികളാണ് വെൽസ്പൺ കോർപ്പിൻ്റെ വലിയ ഈ ഡയാമീറ്റർ പൈപ്പ്സ് മേടിക്കുന്നത്. ബട്ട് അതെപ്പോഴും ഒരു ബിസിനസ് ടു ബിസിനസ് ആണ്, ഒരു ബിസിനസ് ടു കൺസ്യൂമർ. അതൊരു ലാർജ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കൊക്കെ വെച്ച് വരുന്നത് ഈ സിൻഡെക്സിൽ കൂടെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർ ABG ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഒരു സ്ട്രാറ്റജിക് അസറ്റായിട്ട് ഇവർ മേടിച്ചിട്ടും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി 3 ഉണ്ട്. ഒന്ന് ഇന്ത്യയിലുണ്ട്, ഒന്ന് അമേരിക്കയിലുണ്ട്, ഒന്ന് സൗദി അറേബ്യയിലുണ്ട്. സൗദി അറേബ്യയിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ സൗദി അരാംകോ ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇവരെ ക്ലയൻസ് കൂടുതലും ഈ ONGCയും സൗദി അരാംകോ ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഏതാണ്ട് 873 രൂപയാണ്. 23,000 കോടി മാർക്കറ്റ് ക്യാപ്പാണ് ഈ പ്രൈസിലുള്ളത്. റവന്യൂ ഏതാണ്ട് നമ്മൾ FY25 നോക്കുകയാണെങ്കിൽ 14,390 കോടി റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് ഏതാണ്ട് 2,000 കോടിയുള്ള ഒരു മിഡ് സൈസ് ബിസിനസ്സാണ് ഈ വെൽസ്പൺ കോർപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ വെൽസ്പൺ കോർപ്പ് എന്തുകൊണ്ട് നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വിപുൽ മാത്തൂർ പറയണമെന്ന് വെച്ചാൽ, ഞങ്ങൾ അമേരിക്കൻ ലോക്കൽ കമ്പനിയാണ്, ഞങ്ങൾ അമേരിക്കയിലെ ലോക്കൽ പ്രൊഡ്യൂസറാണ്, ഞങ്ങൾ വി ആർ നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ എനി അതർ കൺട്രി എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ കൺട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫ് എന്നൊക്കെ പറയുന്നത് ഈസ് ഹെൽപ്പിംഗ് വെൽസ്പൺ. അതായത് മറ്റുള്ള കമ്പനീസിന് ഇത് പ്രോബ്ലമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്കത് പ്രോബ്ലമില്ല, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെയാണ് കേറ്റർ ചെയ്യണേ. അവിടെ ഇരുന്നുകൊണ്ട്, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കി, പൈപ്പ് ഉണ്ടാക്കി അവിടെയുള്ള ഞങ്ങളുടെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് വിപുൽ മാത്തൂർ, അതായത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നതെന്നുള്ള. അതായത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽസ്പൺ കോർപ്പിന് അമേരിക്കയിൽ ഒരു സബ്സിഡറി ഉണ്ട്, അതിൻ്റെ പേര് വെൽസ്പൺ ട്യൂബുലാർ എന്നാണ്. അത് അവർക്കൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി US-ലുണ്ട്. അതുകൊണ്ടാണ് തന്നെയാണ് അവർ ഈ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ ടാരിഫ് ഒരു പ്രോബ്ലം അല്ല എന്നുള്ളത്. അത് മാത്രമല്ല, അവർ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ $100 മില്യൺ ഒരു എക്സ്പാൻഷനും കൂടെ ഈ കമ്പനി പറഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ ആഗ്രഹം എന്താ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ പാടില്ല, ഇവിടെ ഇൻഡിജീനിയസ് ആയിട്ട് ഉണ്ടാക്കണം, അതുമല്ല കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വെൽസ്പൺ കോർപ്പ്. ഞാൻ $100 മില്യൺ ഒരു എക്സ്പാൻഷനും കൂടെ പറഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് ഏതാണ്ട് അമേരിക്കൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്കയിൽ മാത്രം നോക്കുകയാണെങ്കിൽ 19,000 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അതായത് അടുത്ത 8 ക്വാർട്ടറിലേക്കുള്ള ഓർഡർ ബുക്ക് ഓൾറെഡി ആയി എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ സബ്സിഡറി ഈസ് ഐഡിയലി പ്ലേസ്ഡ്. അതിനെ പറയുന്നത് വെൽസ്പൺ ട്യൂബുലാർ എന്നാണ് ആ സബ്സിഡറിയെ പറയുന്നതുള്ള. അത് മാത്രമല്ല, അവരിപ്പം സൗദിയിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ അരാംകോ ആയിട്ട് ചേർന്ന് വലിയൊരു എക്സ്പാൻഷനും വെൽസ്പൺ കോർപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് മദർ കമ്പനി വെൽസ്പൺ കോർപ്പിൻ്റെ സബ്സിഡറി ആണല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ വെൽസ്പൺ ട്യൂബുലാർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനി. അതേപോലെ അവർക്ക് സബ്സിഡറി ഉണ്ട് ഈ പറഞ്ഞ പോലെ സൗദിയിൽ. അത് സൗദി അരാംകോ ആയിട്ട് ചേർന്ന് അവർ എക്സ്പാൻഷനിലേക്ക് മുന്നോട്ട് പോകുകയാണെന്നുള്ളത്. ഈ കമ്പനിയുടെ അതായത് ഈ വെൽസ്പൺ കോർപ്പ് ശരിക്കും പറഞ്ഞ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ഗൈഡൻസ് പറഞ്ഞിരിക്കുന്നത് $5,000
2400 കോടിയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട് 2026. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവരുടെ നെറ്റ് ക്യാഷ്, ബാങ്ക് ആൻഡ് ബാങ്ക് ബാലൻസ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഡെപ്റ്റിനേക്കാളും വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഈ കമ്പനി നെറ്റ് ക്യാഷ് കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് ഓറിയന്റഡ് കമ്പനി അല്ല എന്നുള്ള. പിന്നെ ഈ കമ്പനി അവരുടെ മാനേജ്മെന്റിൽ അവർ പറയുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് റവന്യൂ ടാർഗറ്റ് 2026 മാനേജ്മെന്റ് ഒരു ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതും വളരെ എൻകറേജിംഗ് ആണ്. അവർ പറയുന്ന റവന്യൂ 17,500 crore, അതായത് 14,392 കോടിയായിരുന്നല്ലോ 2025. അവിടെ നിന്ന് 17,500 കോടിയായിട്ട് അവർ ഉയർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഗൈഡൻസ്, റവന്യൂ ഗൈഡൻസ് FY26 പറയുന്നു. അതുമാത്രമല്ല 2000 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് അവർക്ക് FY25. അതിനെ 2200 കോടിക്ക് മുകളിലാക്കും. അതായത് 20% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് വരുമെന്നും കൂടി മാനേജ്മെന്റ് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ മാനേജ്മെന്റിന്റെ അടുത്ത കാലത്ത് വന്ന ഒരു ഇന്റർവ്യൂവിൽ, എസ്പെഷ്യലി ഈ ടാരിഫിന് ശേഷം പല കമ്പനികളുടെ അടുത്തും ചോദിക്കുമല്ലോ, നമ്മൾ ഏതാണെന്ന് പല മീഡിയക്കാരും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ടാരിഫുകൾ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീൽസ് ഇന്ത്യയും ഈ വെൽസ്പൺ കോർപ്പും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ ഐഡിയലി പ്ലേസ്ഡ് ആണ്. അതുമാത്രമല്ല ഫാർമയിലും ചില കമ്പനികളൊക്കെ ഉണ്ടൊക്കെ, സിപ്ലേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഒക്കെ US ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ ഫാർമയിലേക്ക് ട്രംപ് ഏതെങ്കിലും ടാരിഫ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ സെക്ടറിലേക്ക് വരാമെന്നുള്ള. അപ്പോൾ ഞാനിന്ന് വെൽസ്പൺ കോർപ്പ് പറയാൻ കാര്യം, ഇന്ന് എസ്പെഷ്യലി ട്രംപ് ഒരു അഡീഷണൽ ടാരിഫ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ കൂടുതലും ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസിലേക്ക് പോവുക എന്നുള്ളൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് അവിടെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇനി അമേരിക്കൻ എക്സ്പോർട്സ് അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ കമ്പനീസ് ആയിരിക്കും ഈ ടാരിഫിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സാമ്പിളും കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഞാൻ അവതരിപ്പിച്ചതെന്നുള്ളതാണ്. ഇത് നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒരു സോളിസിറ്റേഷനോ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്ത് ഒരു അക്കാഡമി, നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് എപ്പോഴും ഒരു സ്റ്റോക്ക് അവതരിപ്പിക്കുന്നത് എന്താ, നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന ന്യൂസിൽ നിന്നും ഒരു ബിറ്റ് എടുത്തിട്ട് ആ ബിറ്റിൻ്റെ പുറകിൽ ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ട് എന്ന് ജനങ്ങളെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാലോ. നിങ്ങൾക്കും ഈ സാധാരണ ന്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അതിൽ ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഇതേപോലെ സ്പെഷ്യൽ ഇൻസിഡൻസ്, ടാരിഫ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലും ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കമ്പനികൾ, അവിടെയും പിടിച്ച് നിൽക്കുന്ന കമ്പനികൾ ഉണ്ട് എന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ. നമ്മൾ ഈ ഓപ്പണിംഗ് ഷോ പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളൊരു റെക്കമെൻഡേഷൻ അല്ല. അതുമല്ല ഇതൊരു ന്യൂസ് ചാനലാണ്. നമുക്ക് ഇതിനകത്ത് സ്പോർട്സ് പറയാം, എന്റർടൈൻമെന്റ് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അതാണ് നമ്മുടെ എഡിറ്റോറിയൽ പോളിസി. പക്ഷേ നമ്മൾ കൂടുതലും മാർക്കറ്റും എക്കണോമിയും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നു. നമ്മൾ ഇതിനകത്ത് റെക്കമെൻഡേഷൻ തരുന്നില്ല. ജനങ്ങൾക്ക് നിത്യജീവിതത്തിൽ നിന്ന് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാം, അതാണ് നമ്മുടെ എഡിറ്റോറിയൽ പോളിസി. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻസിനെ കുറിച്ചോ F&Oനെ കുറിച്ച് പറയാനല്ല നമ്മുടെ ജോലി. നമ്മളെന്ന് പറയുന്നത് മാർക്കറ്റും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ദൂരം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ സാധാരണ രീതിയിൽ മനസ്സിലാക്കാം, ഡെയിലി ഹെഡ്ലൈൻ വെച്ചിട്ട് അതിൻ്റെ പുറകിൽ എങ്ങനെ ന്യൂസ് കണ്ടുപിടിക്കാം, ഈ ഡെയിലി ഹെഡ്ലൈൻസിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന 5 മാസം യാത്ര ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ടാരിഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ പെരുമാറുന്നത്, എങ്ങനെയൊക്കെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യണം, ഇങ്ങനെ ഒരു ലാർജർ ആൻഡ് ബ്രോഡർ പിക്ചറാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു വ്ളോഗർ ചെയ്യും പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോ വ്ളോഗർ ചെയ്യുമോ ഇൻഫ്ലുവൻസർ ചെയ്യും പോലെ സ്വന്തമായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഐഡിയ പറഞ്ഞ് ഒരാളാവാനോ നമ്മൾ അതിനകത്ത് ശ്രമിക്കുന്നില്ല എന്നുള്ള. നമ്മുടെ ലിമിറ്റഡ് നോളജിൽ നമ്മൾ വെറും ഇൻസിഗ്നിഫിക്കൻ്റ് ആൾക്കാരാണ്, ചെറിയ ആൾക്കാരാണ്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പരന്നു വരുമ്പോൾ നിങ്ങളെ വേൾഡ് ഓഫ് ബിസിനസ്, ഫിനാൻസ്, എക്കണോമി ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവരുന്നു. അവിടെ എങ്ങനെ നിങ്ങളെ പൊസിഷൻ ചെയ്യണം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രം. ജാസ്മിൻ, ഈ പറഞ്ഞ സ്റ്റോക്കുകളൊന്നും ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ അല്ല. ഡിസ്ക്ലെയിമർ ജാസ്മിന് പറയാം. ഏതായാലും ഇവിടെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെയോ കൺസൾട്ട് ചെയ്ത് മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്തുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു സ്പെഷ്യൽ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.